തലസ്ഥാനത്തെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നുവരുന്ന ഓണാഘോഷത്തിന് ഇന്ന് കൊടിയിറങ്ങും. വൈകിട്ട് വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കുന്ന ഗംഭീരമായ ഘോഷയാത്രയോടുകൂടിയാണ് ആഘോഷത്തിന് സമാപനമാവുക. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള നേതാക്കൾ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തലസ്ഥാനത്തെ 22 വേദികളിലായി നടന്നുവരുന്ന ഓണാഘോഷം വമ്പിച്ച ഘോഷയാത്രയോടെ ഇന്ന് വൈകുന്നേരം സമാപിക്കും. 3000-ഓളം കലാകാരന്മാരാണ് വൈകിട്ട് വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കുന്ന ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. നാടൻ കലാരൂപങ്ങൾക്കൊപ്പം കേരള പോലീസിന്റെ അശ്വാരൂഢ സേന, CRPFന്റെ ബാൻഡ് മേളം, ചെണ്ടമേളം, ശിങ്കാരിമേളം എന്നിവയും ഉണ്ടാകും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. 100-ൽ പരം ഫ്ലോട്ടുകളും 150-ഓളം കലാരൂപങ്ങളുമായിരിക്കും ഘോഷയാത്രയിൽ ഉണ്ടാവുക. മികച്ച ഫ്ലോട്ടിന് 1 ലക്ഷം രൂപയും, രണ്ടാം സ്ഥാനത്തിന് 1.5 ലക്ഷവും, മൂന്നാം സ്ഥാനത്തിന് 25,000 രൂപയുമാണ് സമ്മാനം. ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാൻ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.